മാർപ്പാപ്പ എന്ന പദവിയിലുള്ള തന്റെ അവസാന പ്രതിവാര പൊതുസദസ്സിൽ അജഗണത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ബെനഡിക്ട് പാപ്പ പങ്കുവച്ച ഇടയമൊഴികൾ അദ്ദേഹത്തിന്റെ ദൈവസ്നേഹവും സഭാസ്നേഹവും പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു. പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗലീലി കടലിൽ മറ്റ് അപ്പസ്തോലന്മാർക്കൊപ്പം വഞ്ചിയിലായിരുന്ന വിശുദ്ധ പത്രോസിന്റെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അസംഖ്യ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങിയ ഇളം കാറ്റിന്റെയും ഇളം വെയിലിന്റെയും നിരവധി ദിനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കടൽ പ്രക്ഷുബ്ധമാവുകയും കാറ്റ് പ്രതികൂലമാവുകയും ചെയ്ത അവസരങ്ങളും സഭാ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഉറങ്ങുകയാണെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ സഭാനൗകയുടെ അമരത്ത് കർത്താവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സഭയുടെ അമരത്തുള്ള സ്ഥാനം എനിക്കോ നമുക്കാർക്കുമോ ഉള്ളതല്ല, അത് കർത്താവിൻ്റെതാണ്. തൻ്റെ സഭാനൗക മുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ് അതിനെ നിയന്ത്രിക്കുകയും താങ്ങുകയും ചെയ്യും എന്നത് തീർച്ച. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അവിടുന്ന് തൻ്റെ പ്രവൃത്തി ചെയ്യും. ഒന്നിനും മാറ്റാനാകാത്ത എക്കാലത്തെയും ദൈവനിശ്ചയമാണ് ഇത്. അതിനാൽ എൻ്റെ ഹൃദയം അവിടുത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ്. എന്തെന്നാൽ അവിടുത്തെ സഭയ്ക്കോ എനിക്കോ തൻ്റെ സ്നേഹവും സമാശ്വാസവും പകരുന്നതിൽ അവിടുന്ന് വീഴ്ച വരുത്തിയിട്ടില്ല. നിത്യജീവിതത്തിന്റെ പ്രത്യാശ പ്രഘോഷിച്ചതോടൊപ്പം സ്വന്തം മരണത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ നേർചിത്രമായിരുന്നു എമിരറ്റസ് ബെനഡിക്ട് പാപ്പയുടെ ജീവിതവും മരണവും. നിത്യരാജാവിന്റെ അടുക്കലേക്കുള്ള സഭയുടെ തീർത്ഥയാത്രയിൽ ഓരോരുത്തരും മരണത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് ആ വന്യപിതാവ് തന്റെ മരണ നിമിഷങ്ങളെപ്പറ്റി മുൻകൂട്ടി പ്രതിപാദിക്കവേ വ്യക്തമാക്കിയിരുന്നു. മരണം പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണെന്ന് സ്വന്തം മരണത്തിലൂടെ തെളിയിച്ച് കടന്നുപോയ ബെനഡിക്ട് 16 പാപ്പയുടെ നിത്യജീവന്റെ പ്രത്യാശയെപ്പറ്റിയുള്ള വാക്കുകൾ മരണത്തെ നേരിടാൻ ആർക്കും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ്. 2022 ഫെബ്രുവരി 8 ബെനഡിക്ട് പാപ്പ തന്റെ മരണത്തെപ്പറ്റി കുറിച്ചത് ഇപ്രകാരം ആയിരുന്നു: അധികം വൈകാതെ എൻ്റെ ജീവിതത്തിലെ അന്തിമ വിധികർത്താവിൻ്റെ മുൻപാകെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തും. ദീർഘമായ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയവും വിറയലും എന്നെ അലട്ടാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. എന്നിരുന്നാലും ഞാൻ നല്ല സന്തോഷവാനാണ്. കാരണം കർത്താവ് ന്യായാധിപൻ മാത്രമല്ല, സുഹൃത്തും സഹോദരനുമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ പോരായ്മകൾക്കായി പാടുപീഡകൾ സഹിച്ചു കഴിഞ്ഞവനാണ് അവിടുന്ന്. കർത്താവ് എൻ്റെ അഭിഭാഷകനും വഴികാട്ടിയും ആണ്. ന്യായവിധിയുടെ മണിക്കൂർ ധ്യാനിക്കുമ്പോൾ ഒരു ക്രൈസ്തവനായതിൻ്റെ കൃപ എനിക്ക് കൂടുതൽ വ്യക്തമാകുന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ വിധികർത്താവിനെ പറ്റിയുള്ള കൂടുതൽ അറിവിലേക്കും ആത്മബന്ധത്തിലേക്കും എന്നെ നയിക്കുന്നു. അത് മരണത്തിൻ്റെ ഇരുണ്ട കവാടത്തിലൂടെ ആത്മവിശ്വാസത്തോടെ കടന്നു പോകാൻ എന്നെ പ്രാപ്തനാക്കുന്നു. ബെനഡിക്ട് 16 പാപ്പയുടെ കൂടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പങ്കുവച്ച പാപ്പയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഒരു വിശുദ്ധ മരണത്തിന്റെ നേർചിത്രമാണ് വരച്ചുകാട്ടുന്നത്. പാപ്പ അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ചിരുന്നതായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പറയുന്നു. പാപ്പയുടെ അടുത്തുണ്ടായിരുന്ന നഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. പാപ്പയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധരോടുള്ള അടുപ്പത്തെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളും EWTN അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ബെനഡിക്ട് പാപ്പ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സമയം മാറ്റിവെച്ചിരുന്നു. പ്രാർത്ഥനാ സമയങ്ങളെ വളരെ ഭക്തിയോടും വിശുദ്ധമായുമാണ് പാപ്പ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ജപമാല, കാനോൻ നമസ്കാരം തുടങ്ങിയവ വളരെ ഭക്തിയോടെയാണ് പാപ്പ അനുഷ്ഠിച്ചിരുന്നത്. പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകണമെന്നും ആദ്യം തേടേണ്ടത് ദൈവരാജ്യമാണെന്നും പാപ്പ പറയുമായിരുന്നു. ബെനഡിക്ട് പാപ്പയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള വിശുദ്ധൻ യൗസേ പിതാവായിരുന്നു. ജോസഫ് നാമധാരി ആയിരുന്നതിനാൽ തന്നെ യൗസേ പിതാവിനോടുള്ള വണക്കം പല അവസരങ്ങളിലും പാപ്പ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീട് വിശുദ്ധ അഗസ്റ്റിന്റെയും
വിശുദ്ധ ബോനവെന്തൂറിന്റെയും ജീവിതവും അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് ആഴമായി പഠിച്ച ബെനഡിക്റ്റ് പാപ്പയ്ക്ക് ഇവരും പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയ്ക്ക് പാപ്പ പ്രത്യേകം സ്ഥാനം നൽകിയിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനു പുറമെ ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മദർ തെരേസയുടെ എളിമയും ദൃഢവിശ്വാസവും പാപ്പയെ ഏറെ സ്വാധീനിച്ചിരുന്നു. 1978 പാപ്പ മദർ തെരേസയെ സന്ദർശിച്ചതായും ആർച്ച് ബിഷപ്പ് സ്മരിച്ചു. 2006 തന്റെ മരണത്തിന് ഒരുക്കമായുള്ള പ്രസ്താവന തയ്യാറാക്കി നിത്യസമ്മാനം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ അസാമാന്യ വ്യക്തിത്വമായിരുന്നു ബെനഡിക്റ്റ് പാപ്പയുടേത്. ഇഹലോകവാസത്തിന്റെ നശ്വരതയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ബെനഡിക്റ്റ് പാപ്പ 2006 ഓഗസ്റ്റ് 29 എന്റെ ആത്മീയ സംഹിത എന്ന തലക്കെട്ടോടെ എഴുതിയ കുറിപ്പിൽ സഭയ്ക്കുള്ള ശക്തമായ താക്കീതും നൽകിയിരുന്നു. ആ പ്രവാചക ശബ്ദം അദ്ദേഹത്തിന്റെ മരണശേഷവും സഭാമാതാവിന്റെ കർണങ്ങളിൽ എക്കാലവും മാറ്റൊല്ലിക്കൊള്ളും എന്നതിൽ തർക്കമില്ല. പാപ്പയുടെ സ്വന്തം വാക്കുകളിലേക്ക്. എന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഞാൻ കടന്നുവന്ന ദശാബ്ദങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. എത്രയെത്ര കാരണങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് എല്ലാം നൽകിയ ദൈവം എനിക്ക് ജീവൻ തന്നതിന്, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലും സംഭ്രമിച്ചു പോയപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നെ വഴി നടത്തിയതിന്, ഞാൻ വീണുപോയ അവസരങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയതിന്, ആ വെളിച്ചം എനിക്ക് പകർന്നു നൽകിയതിന്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു പിന്നിട്ട ഇരുട്ട് നിറഞ്ഞതും ദുഷ്കരവുമായ പാതകളെല്ലാം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ദൈവം എന്നെ നന്നായി കരുതുകയും ചെയ്തിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. വളരെ കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും എനിക്ക് ജന്മം നൽകാൻ തയ്യാറായതിന്, സ്നേഹം കൊണ്ടൊരുക്കിയ ഒരു ഗൃഹാന്തരീക്ഷത്തിന്. അതെല്ലാമാണ് ഇന്നും എൻ്റെ ഓരോ ദിവസങ്ങളിലും പ്രകാശം ചൊരിയുന്നത്. എൻ്റെ പിതാവിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ വിശ്വാസമാണ് എന്നെയും സഹോദരങ്ങളെയും വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കിയതും. ശാസ്ത്രീയമായ അറിവുകൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തിയതും എല്ലാം പിതാവ് പകർന്നു തന്ന വിശ്വാസം ആയിരുന്നു. എൻ്റെ അമ്മയുടെ ഹൃദയംഗമമായ ഭക്തിയും കരുണയും ഒരു പൈതൃകമായി തുടരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എൻ്റെ സഹോദരി ദശാബ്ദങ്ങളോളം നിസ്വാർത്ഥമായി എന്നെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്തവളാണ്. എൻ്റെ സഹോദരൻ കൃത്യമായ വീക്ഷണത്തോടും കാഴ്ചപ്പാടോടും നിശ്ചയദാർഢ്യത്തോടും ഹൃദയവിശാലതയോടും കൂടി എനിക്ക് വഴി തെളിച്ചു തന്നു. ദൈവം എനിക്ക് സുഹൃത്തുക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നൽകിയതിനെയോർത്ത് ഞാൻ നന്ദി പറയുന്നു. ജീവിത വഴിയിൽ താങ്ങാകുവാൻ ദൈവം നൽകിയതാണ് അവരെ. അവരിലൂടെ ദൈവം എനിക്ക് നൽകിയ നന്മകളെ ഞാൻ സ്മരിക്കുന്നു. ആൽപ്സിലെ ബവേറിയൻ താഴ്വരയിൽ ദൈവം എനിക്കായി നൽകിയ ഭവനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതൃരാജ്യത്തിലെ ജനങ്ങളെ ഞാൻ ഓർക്കുന്നു. വിശ്വാസത്തിൻ്റെയും കാലത്തിൻ്റെയും സൗന്ദര്യം അനുഭവിക്കാൻ എന്നെ അവർ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അവരോട് നന്ദി പറയുന്നു. ഈ രാജ്യം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകരുത്. ഏറ്റവും അവസാനമായി ജീവിതത്തിലുടനീളം ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി എൻ്റെ രണ്ടാം ഭവനമായ റോമിലും ഇറ്റലിയിലും വെച്ച് ദൈവം വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചവരോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ദേശക്കാരോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ സഭയിലുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകാതെ ശ്രദ്ധിക്കുക. ശാസ്ത്രവും ചരിത്ര ഗവേഷണങ്ങളും പ്രത്യേകിച്ച് പലവിധ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിനെതിരായ പഠനങ്ങൾ കുറച്ചു നാളുകൾക്ക് ശേഷം മാഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രമല്ല, തത്വചിന്താപരമായ ചില അനുമാനങ്ങൾ മാത്രമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു.
കഴിഞ്ഞ 60 വർഷമായി ഞാൻ ദൈവശാസ്ത്രത്തിൻ്റെ പാതയിലാണ്. ഈ കാലഘട്ടത്തിൽ പല സിദ്ധാന്തങ്ങളുടെയും പതനം ഞാൻ കണ്ടിട്ടുണ്ട്. പലതും ഇന്നും പൊന്തി വരുന്നുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് ശരിയായ വഴിയും സത്യവും ജീവനും. സഭ എല്ലാ കുറവുകളോടും കൂടെ യേശുവിൻ്റെ ശരീരവുമാണ്. അവസാനമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി എൻ്റെ പാപങ്ങളും കുറവുകളുമെല്ലാം പുറത്ത് ദൈവം എന്നെ നിത്യവസതിയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ.